എൻ്റെ പേര് ലക്ഷ്മി എന്നാണ്. ഞാൻ എടുത്തിരിക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് BA ഹിസ്റ്ററിയാണ്. ലേൺവേഴ്സിലോട്ട് എത്തിപ്പെടാനുള്ള സ്റ്റോറി എന്ന് പറയുമ്പോൾ, ഞാൻ ടീച്ചിങ് വളരെ പാഷനായിട്ട് കരുതുന്ന ഒരാളാണ്. എനിക്ക് പഠിപ്പിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ DLED കോഴ്സ് എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അടുത്ത ചവിട്ടുപടി എന്നുള്ളതാണ് കേറ്റിട്ട് വേണം എന്നുള്ളൊരവസ്ഥ വരും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കാറ്റഗറി മാത്രമേ +2 ക്വാളിഫിക്കേഷനിൽ എഴുതാൻ പറ്റൂ. സെക്കൻഡ് എഴുതണമെങ്കിൽ അതിന് ഡിഗ്രി ക്വാളിഫിക്കേഷനും കൂടെ വേണം. അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്തുകൊണ്ട് ഒരു ഡിഗ്രി കൂടി എടുത്തുകൂടാ എന്നൊന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും പോയി പഠിക്കുന്നത് പോസിബിൾ അല്ല എന്നുള്ള അവസ്ഥ ആയതുകൊണ്ട് തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ ഇൻസ്റ്റയിലും യൂട്യൂബിലുമെല്ലാം ഒന്ന് നോക്കിയ സമയത്താണ് ഇതുപോലെ പല ലേൺവേഴ്സ് പോലെ തന്നെ ഒരുപാട് സൈറ്റിൽ നിന്ന് ഇങ്ങനെ കണ്ടു. ഞാൻ അവരെല്ലാവരെയും കോണ്ടാക്ട് ചെയ്തു. പക്ഷെ അതൊന്നും എനിക്ക് വിശ്വാസയോഗ്യമായിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ ഇടയിൽ ലേൺവേഴ്സിലെ രജിത മാം എന്നെ വിളിച്ചിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് ലാസ്റ്റ് ഓപ്ഷനായിട്ട് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരുപാട് പേര് എന്നെ വിളിച്ചിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് ട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. അതിനുശേഷം പിന്നെ വീണ്ടും ഞാൻ ലേൺവേഴ്സിലോട്ട് തന്നെ വന്നു. ഞാൻ അങ്ങോട്ട് രജിത മാമിനെ വിളിച്ചു, ഇങ്ങനെ എന്താ ഇൻഫർമേഷൻസ് എല്ലാം ചോദിച്ചു. പിന്നെ അങ്ങനെ ലേൺവേഴ്സിലോട്ട് ചേർന്നു. പിന്നെ ഏറ്റവും വലിയൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ലേൺവേഴ്സ് തന്നെ എൻ്റെ അഡ്മിഷൻ കാര്യങ്ങളെല്ലാം അവർ തന്നെ നോക്കിത്തരാമെന്ന് പറഞ്ഞു. കാരണം ഇത്രയും ഗ്യാപ്പ് വന്നുകൊണ്ട് എങ്ങനെയാണ് ഇഗ്നൂവിൽ എങ്ങനെ ചേരണമെന്നോ അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞുകൂടെയായിരുന്നു. പക്ഷേ എല്ലാം അവർ തന്നെ നോക്കി. എനിക്കൊന്നും ആയിട്ട് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. എല്ലാം PDF ആയിട്ട് അയച്ചു കൊടുത്താൽ മാത്രം മതിയായിരുന്നു. ബാക്കിയെല്ലാം അവർ തന്നെയാണ് ചെയ്തത്. അതിനുശേഷം എൻ്റെ ഫസ്റ്റ് മെൻറ്റർ എന്ന് പറയുന്നത് സന മാം ആയിരുന്നു. സന മാം ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ആദ്യം എന്നെ വിളിച്ച് ചോദിക്കുകയും എൻ്റെ സൗകര്യത്തിനനുസരിച്ച് തന്നെ എന്നെ വിളിച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ട് സന മാം. എന്ത് കാര്യമായാലും ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി, സന മാം അപ്പോൾ തന്നെ റിപ്ലൈ തരുമായിരുന്നു. അതിനുശേഷമാണ് അമീന മാം വന്നത്. അമീന മാമും അതുപോലെ തന്നെയാണ്. ടീച്ചറിനോട് സംസാരിക്കുന്നതിനപ്പുറം ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന അത്രയും ഓപ്പൺ മൈൻഡഡ് ആണ് അമീന മാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കാര്യം തുറന്ന് പറയാം. ഇപ്പം ഞാൻ ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനിടയിലും എനിക്കൊരു മോട്ടിവേഷൻ തരുന്നത് അമീന മാം തന്നെയാണ്. പിന്നെ ലൈവ് ക്ലാസ്സിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഇംഗ്ലീഷിനേക്കാളും ബെറ്ററായിട്ട് എൻ്റെ മെൻറ്ററായ അമീന മാമിൻ്റെ ഹിസ്റ്ററി ക്ലാസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ലൈവ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് തന്നെ ഇഷ്ടപ്പെട്ടിരുന്നു ആ ക്ലാസ്. അങ്ങനെയല്ല, ലേൺവേഴ്സിന് എന്നെ ഒരുപാട് രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ത് സംശയമായാലും ചോദിച്ചാൽ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാ രീതിയിലും ഹാപ്പിയാണ്. എൻ്റെ ഈ യാത്ര എനിക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു.